നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ഞായറാഴ്ചയിലേക്കുമുള്ള നമ്മുടെ മാർക്കറ്റ് ഔട്ട്ലുക്കിലേക്ക് നമുക്ക് കിടക്കാം. ഞാനിപ്പോൾ ഈ ന്യൂസ് ഷൂട്ട് ചെയ്യുന്നത് ശനിയാഴ്ച ദിവസം നൈറ്റാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം നൈറ്റ് വരെയുള്ള ഗ്ലോബൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഞായറാഴ്ച കോഴിക്കോട് ട്രേഡേഴ്സ് സമ്മിറ്റാണ്. ഞാൻ അവിടെ സ്പീക്കറായിട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ശനിയാഴ്ച നൈറ്റാണിത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അതീവ വോളറ്റൈലായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നിഫ്റ്റി 22,800 റേഞ്ചുകളിൽ ഓപ്പൺ ചെയ്തു. വെള്ളിയാഴ്ചയും 22,800 നിഫ്റ്റി ക്ലോസ് നടത്തി. അതായത് വീക്കിലി അടിസ്ഥാനത്തിൽ നിഫ്റ്റി ഒരു ഡോജി ക്യാനിലാണ് ഫോം ആയത്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി 23,000 മുകളിൽ ഒരു ദിവസം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പോയിന്റുകളെല്ലാം തന്നെ വളരെ ശക്തമായിട്ട് ചോർന്നു പോയി. നമുക്കറിയാം, ട്രംപിൻ്റെ ഈ ഒരു താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ മാർക്കറ്റിൽ പഴങ്കഥകളായിട്ടുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ മാർക്കറ്റിലേക്ക് തിരികെ വരികയാണെങ്കിൽ എം എൻ എം എലൻ മസ്കിൻ്റെ ടെസ്ല ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള ഒരു അഭ്യൂഹങ്ങൾ ഇവിടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓഫീസ് സ്പേസുകൾ ഇപ്പോൾ ടെസ്ല നോക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമെന്നോണം എമ്മിൻ്റെ പുതിയ ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ ശക്തമായിട്ടുള്ള ബുക്കിങ്ങിൻ്റെ ഒന്നും തന്നെ ആ ഒരു ഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ കണ്ടില്ല. എം വീക്കിലി അടിസ്ഥാനത്തിൽ 10% ഇടിവുണ്ടായി. സമാനമായ അവസ്ഥയിൽ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി തീരുവ കുറച്ച് കൊണ്ടുവരുന്ന ആ ഒരു ന്യൂസ് കാരണം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായ ഐഷർ മോട്ടേഴ്സ് കഴിഞ്ഞ ആഴ്ച വീക്കിലി അടിസ്ഥാനത്തിൽ 5% ഗെയിൻ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ഇന്ത്യയും ചൈനയിലും ട്രേഡിലേക്ക് ഏർപ്പെടും, സ്റ്റീലിൻ്റെ ട്രേഡിലേക്ക് ഏർപ്പെടുമെന്നുള്ള ന്യൂസ് വീക്കിലി അടിസ്ഥാനത്തിൽ സ്റ്റീൽ സെക്ടർ ഏകദേശം ഒരു 2.5% ഒരു റാലി രേഖപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ടാറ്റാ സ്റ്റീലും ഏകദേശം ഒരു 5% റാലി രേഖപ്പെടുത്തി. മെറ്റൽ ഇൻഡെക്സും റാലി രേഖപ്പെടുത്തി. ഇനി യു എസിലേക്ക് നോക്കുമ്പോൾ യു എസിൽ ഫാർമ സ്റ്റോക്കുകൾ എൻഹാൻസ് ചെയ്യുന്ന പ്രഖ്യാപനം കാരണം ഇന്ത്യ ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസിൽ കനത്ത ഇടിവ് നമ്മൾ കണ്ടു. ഇതിൽ പ്രധാനമായിട്ട് വീക്കിലി അടിസ്ഥാനത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ഇടിവ് രേഖപ്പെടുത്തിയത് ബയോകോണാണ്. 9% ഇടിവ് രേഖപ്പെടുത്തി. FISൻ്റെ കാര്യം എടുത്തു പറയേണ്ടതില്ല. FIS വീക്കിലി അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള ഒരു ഇടിവ് ഒരു സെല്ലിംഗാണ് കണ്ടത്. മന്ത്ലി അടിസ്ഥാനത്തിൽ ഫെബ്രുവരി മാസം മാത്രം 40,000 കോടി രൂപയ്ക്ക് മുകളിൽ സെല്ല് നടത്തി. അപ്പോൾ ജാനുവരിയും ഫെബ്രുവരിയും കൂടി 1,30,000 കോടി രൂപയ്ക്ക് സെല്ല് നടത്തി. കഴിഞ്ഞ ഇയറിൽ ഏകദേശം 3 ലക്ഷം കോടി രൂപയുടെ നേർപകുതി 2 മാസം കൊണ്ട് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് സെല്ല് നടത്തി. ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ FISൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര കനത്ത സെല്ലിംഗ് ഉള്ളത്. ഇനി US മാർക്കറ്റിലേക്ക് വീണ്ടും തിരികെ പോകുകയാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് ക്ലോസ് നടത്തിയതിന് ശേഷം US മാർക്കറ്റ് അതിഭീകരമായിട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും വലിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. ഇതിൽ NVIDIA ഇടിഞ്ഞു, അല്ലെങ്കിൽ ആമസോൺ ഇടിഞ്ഞു. എല്ലാ സ്റ്റോക്കുകളും കനത്ത ഇടിവ് രേഖപ്പെടുത്തി. യൂണി ഹെൽത്ത് കമ്പനി മാത്രം 8% ഇടിവ് US കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമെന്നോണം സ്വാഭാവികമായിട്ടും ആരിടിഞ്ഞിട്ടുണ്ടാവണം? അതെ, നിഫ്റ്റിയും ഇടിഞ്ഞിട്ടുണ്ട്. ഏകദേശം 150 പോയിൻറ്റിൻ്റെ ഇടിവാണ് നിഫ്റ്റി കറൻ്റ്ലി ഉള്ളത്. ഇനി ഈ ഒരാഴ്ചയിൽ പ്രധാനപ്പെട്ട ഒരു പുതിയ അപ്ഡേറ്റ് ഉള്ളത്, പ്രധാന അപ്ഡേറ്റ് വരുന്നത് നമ്മുടെ GDP ഡേറ്റ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിനു മുമ്പായിട്ട് റിസർവ് ബാങ്ക് ഏകദേശം 10 ബില്യൻ്റെ ഈ ഡോളർ സ്വാപ്പ് സിസ്റ്റത്തിലൂടെ ഫിനാൻഷ്യൽ ബാങ്കിങ് കമ്പനീസിലേക്ക് ലിക്വിഡിറ്റി ഉയർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ RBIയുടെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഈ ഒരാഴ്ചയുണ്ട്. ഇനി ഈ പ്രധാനപ്പെട്ട വേറൊരു അപ്ഡേറ്റ് ഉള്ളത് നിഫ്റ്റി 50 റീസ്ട്രക്ചർ ചെയ്തു. സൊമാറ്റോ കൂടാതെ തന്നെ ജിയോ ഫിനാൻസ് എൻ്റർ ആവുന്നുണ്ട്. VPCയിലും ബ്രിട്ടാനിയയും പുറത്തേക്ക് പോകുന്നുണ്ട്. ചൈനയിൽ പുതിയ വൈറസ് എല്ലാം തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലോ എന്നുള്ള കാര്യത്തിൽ നിന്ന് നമുക്ക് അറിയില്ല. എങ്കിലും ഈ ഒരു കാരണം കണ്ടു എന്നുള്ള ഒരു വാർത്ത പുറത്ത് വരും മുമ്പ് മോഡേണ എന്ന് പറയുന്ന ഈ ഒരു വാക്സിൻ നിർമ്മാതാക്കൾ കഴിഞ്ഞ ദിവസം US മാർക്കറ്റിൽ 5% റാലിയും കണ്ടിരുന്നു. ബജാജ് ഓട്ടോ എല്ലാം തന്നെ 1,364 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നെതർലാൻഡിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസൊക്കെ ഉണ്ട്. ഇനി ഈ ഒരാഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബുധനാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് അവധിയാണ്, ഹോളിഡേ ആണ്, ശിവരാത്രി പ്രമാണിച്ച്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ പ്രീമിയത്തിൻ്റെ എല്ലാം തന്നെ DK ശക്തമായിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഓർമ്മിക്കുക. കാരണം ബുധനാഴ്ച മാർക്കറ്റ് അവധി. സ്വാഭാവികമായ രീതിയിൽ നമുക്ക് ഏതൊക്കെ എക്സ്പയറി ഉള്ളത്, എക്സ്പയറീസ് എന്നൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. നമുക്കുള്ളത് സെൻസെക്സിൻ്റെ ദിവസം ചൊവ്വാഴ്ച തന്നെയാണ് ബാങ്ക് എക്സിൻ്റെ എക്സ്പയറി ഉള്ളത്. അപ്പോൾ മറ്റുള്ള ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയും ഉള്ളത് വ്യാഴാഴ്ചയാണ്. അപ്പോൾ ആ ഒരു 3 ഇൻഡെക്സിനും ശക്തമായിട്ടുള്ള DK ഉണ്ടാവും. കാരണം ബുധനാഴ്ച ദിവസം നമ്മുടെ മാർക്കറ്റ് അവധിയാണ്. അപ്പോൾ വേറെ എക്സ്പയറീസ് ഒന്നുമില്ല. എല്ലാ എക്സ്പയറീസും ഇപ്പോൾ മന്ത്ലി ആയിക്കോട്ടെ, വീക്ക്ലി ആയിക്കോട്ടെ, ഇനി ചൊവ്വാഴ്ച ദിവസം നമുക്ക് വ്യാഴാഴ്ച ദിവസം മാത്രമാണ് ഉള്ളത്. ഇനി നമുക്ക് നേരെ ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസിലേക്കൊക്കെ നമുക്ക് പോകാം. ആദ്യം ഏറ്റവും ഗ്ലോബൽ മാർക്കറ്റ് നോക്കാൻ ഏറ്റവും താഴെ കാണാൻ നാസ്ഡാക്ക് കാണാം, 438 പോയിൻറ്റിൻ്റെ ഇടിവ്. ഡോ കാണാം, 748 പോയിൻറ്റിൻ്റെ ഇടിവ്. യൂറോപ്യൻ മാർക്കറ്റ് മിക്സഡായ രീതിയിൽ ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഇനി
US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ പ്രധാനമായിട്ടും വിപ്രോ ഏകദേശം 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ICICI ബാങ്കും 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ADR സ്റ്റോക്കുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത് എടുത്തു പറയാൻ കാരണം മേ ബി തിങ്കളാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം കോഴിക്കോട് നിന്ന് ഞാൻ അവിടുന്ന് ഒരു 7 മണിക്കാണ് ട്രെയിൻ, എത്തുമ്പോൾ വളരെ ലേറ്റാവും. അതുകൊണ്ട് തന്നെ മേ ബി തിങ്കളാഴ്ച നമുക്ക് പ്രീ മാർക്കറ്റ് ഉണ്ടാവില്ല. അപ്പോൾ പ്രീ മാർക്കറ്റിൻ്റെ ആ ഒരു ഇൻഫർമേഷൻസ് കൂടി നമുക്കിവിടെ പങ്കുവെക്കാം. ADRലുള്ള അവസ്ഥ ഇതാണ്. ഇനി DISൻ്റെയും FISൻ്റെയും ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ DIS എല്ലാ ദിവസവും ബൈ നടത്തി. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള ബൈയിങ് നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്തു. FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും സെല്ലിംഗ് ആയിരുന്നു. ഒരു ദിവസം ചൊവ്വാഴ്ച ദിവസം എയർടെലിൻ്റെ ആ ഒരു ബ്ലോക്ക് ഡീല് ആണ് അത്. അന്നേ ദിവസം അവർ സെല്ലിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും FIS സെല്ലിംഗ് മോഡിലേക്ക് പോയിട്ടുണ്ട്. ഇനി ഗ്ലോബൽ ഈവൻറ്റ് നമുക്ക് നോക്കാം. അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാന ഈവൻറ്റ് നോക്കാം. സമയം കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫെബ്രുവരി 24 2 ഇയർ ഓപ്ഷനാണ് US നിന്ന്. കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഫെബ്രുവരി 25 US നിന്ന് വരുന്നുണ്ട്. ഇനി ബുധനാഴ്ച ദിവസം ക്രൂഡ് ഓയിൽ ഇൻവെൻട്രീസ് ഡേറ്റ US നിന്ന്. GDP ഡേറ്റ വരുന്നുണ്ട് US നിന്ന് ഫെബ്രുവരി 27, അതായത് വ്യാഴാഴ്ച ദിവസമാണ്. PCP ഡേറ്റ അതും ഇമ്പോർട്ടൻ്റ് ഡേറ്റയാണ്. ഇൻഫ്ലേഷൻ പോയത് തന്നെ അത് ഫെബ്രുവരി 28 വെള്ളിയാഴ്ച ദിവസം വരുന്നുണ്ട്. യൂറോസോണിൻ്റെ ഇൻഫ്ലേഷൻ ഡേറ്റ ഫെബ്രുവരി 24, അതായത് തിങ്കളാഴ്ച ദിവസം 3:30 PM. ജർമ്മനിയുടെ GDP ഡേറ്റ ചൊവ്വാഴ്ച ദിവസം 12:30 PM. ജർമ്മനിയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വെള്ളിയാഴ്ച ദിവസം 6:30 ഇന്ത്യൻ സമയം PM. ബുധനാഴ്ച ദിവസം, അതായത് ഫെബ്രുവരി 26 ഇന്ത്യൻ മാർക്കറ്റ് ഹോളിഡേ. വെള്ളിയാഴ്ച ദിവസമാണ് ഇന്ത്യയുടെ GDP ഡേറ്റ വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ GDPയിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഇന്ത്യയുടെ GDP നെഗറ്റീവായിട്ടുള്ള ഡേറ്റ വന്നതിന് ശേഷമാണ് മാർക്കറ്റിൻ്റെ ഇടിവിന് ശക്തി കൂടിയിട്ടുള്ളത്. അതിനുശേഷമാണ് FISൻ്റെ അല്ലെങ്കിൽ റീറ്റെയിലേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടിവിന് ശക്തി കൂടിയിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ള പല എക്കണോമിക് ഡേറ്റ ഇന്ത്യയിൽ വീക്കായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മളെ ഡോളർ ഇൻഡെക്സ് എല്ലാം തന്നെ നമുക്കറിയാം, ഇന്ത്യൻ റുപ്പീസ് എല്ലാം തന്നെ ശക്തമായ രീതിയിലേക്ക് ഫോളോ ചെയ്തു. നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ മാത്രമായിരുന്നു കുറച്ചെങ്കിലും ആശ്വാസം പകരുന്ന ഒരു ഡേറ്റ വന്നത്. കൂടാതെ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഡേറ്റയും പോസിറ്റീവായ രീതിയിലാണ് വന്നിട്ടുള്ളത്. RBIയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ RBIയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിൽ കഴിഞ്ഞ തവണ നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്തത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ളതാണ്, ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കാർഷിക വിപണന മേഖലയിൽ നല്ല രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ എല്ലാം തന്നെ കിട്ടി. അപ്പോൾ അത് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ അവർ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചെന്നുള്ള രീതിയിലാണ് RBIയുടെ മോണിറ്ററി പോളിസി മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങിലുള്ളത്. ഇനി നമുക്കിനി ഡിവിഡൻഡ് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അടുത്ത ആഴ്ച ASM ടെക്നോളജി, പൃഥ്വി എക്സ്ചേഞ്ച്, SBI കാർഡ് 2 രൂപ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ പല കമ്പനീസിനും ഡിവിഡൻഡ് ഡീറ്റെയിൽസ് നമ്മുടെ ഡിവിഡൻഡ് ടാബിൽ ഉണ്ടാവും. നമ്മുടെ ട്രേഡ് ബഡി എന്ന ടാബിൽ ലഭ്യമാണ്. അപ്പോൾ ഗ്ലോബൽ ന്യൂസുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലേക്കുള്ള മാർക്കറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി വരാനുള്ള ഈവൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ GDP ഡേറ്റ, US-ലെ GDP ഡേറ്റ, US-ലെ കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ, ഇതെല്ലാം തന്നെ ഈ ഒരു ആഴ്ചയിലെ പ്രധാന കീ ഇവൻ്റാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ വലിയ ഈവൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ US മാർക്കറ്റിൽ നിന്ന് ഈവൻ്റ് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന അപ്പും ഡൗണൊന്നും നമ്മൾ കണ്ടില്ല. ഇപ്പോൾ പ്രധാന ഗ്ലോബൽ ഈവൻ്റ് ആരാ? ട്രംപാണ് പ്രധാന ഗ്ലോബൽ ഈവൻ്റ്. ട്രംപ് എന്ത് പറയുന്നു അത് വലിയ രീതിയിൽ മാർക്കറ്റിനെ റിയാക്ട് ചെയ്യപ്പെടാറുണ്ട്. ഓൾറെഡി തന്നെ മാർക്കറ്റിനെ റിയാക്ട് ചെയ്യപ്പെടാൻ നമുക്ക് US-ലെ സെൻട്രൽ ബാങ്ക് തലവൻ ജെറോം പവലിൻ്റെ ഓരോ പ്രസ്താവനകളും ഉണ്ട്. അപ്പോൾ അതിൻ്റോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വെക്കാൻ പറ്റുന്ന മറ്റൊരാളായിട്ട് ഇപ്പോൾ നമുക്ക് മാറി ട്രംപ്. ജെറോം പവലിനെയും ട്രംപിൻ്റെയും ഇവർ 2 പേരുടെയും പ്രസ്താവനകളാണ് ഇനി അറ്റ്ലീസ്റ്റ് ഈ ഒരു ഇയറെങ്കിലും മാർക്കറ്റിൻ്റെ ഗതിയിന് വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ശക്തിയുള്ള പ്രധാന 2 വ്യക്തികൾ. എനിവേ നമുക്ക് തിങ്കളാഴ്ച ദിവസം വൈകിട്ട്, തിങ്കളാഴ്ച രാവിലെ പ്രീ മാർക്കറ്റ് ഇല്ലെങ്കിൽ വൈകിട്ട് നമുക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് എത്താം. ചാനലിൽ പരമാവധി ഗ്ലോബൽ ന്യൂസുകൾ, മാർക്കറ്റിലുള്ള ഈവൻറ്റുകളെല്ലാം തന്നെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ ധർമ്മം. ബൈ സെൽ റെക്കമെൻഡേഷൻ നമ്മൾ കൊടുക്കാറില്ല. കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻസ് പുതിയതായിട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക, മറ്റുള്ള ആൾക്കാർ അറിയട്ടെ. അപ്പോൾ അതുവഴി നിങ്ങൾ ഈ ഒരു ന്യൂസ് കാണുന്ന മറ്റുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യപ്പെടുന്നത്. എനിവേ, അപ്പോൾ എല്ലാവർക്കും
ദിനം നേരുന്നു. താങ്ക് യു ഓൾ.